നമസ്കാരം. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നവർ എപ്പോഴും ഓർത്തിരിക്കണം, ജനം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പൊതുജനം കഴുതയല്ല സാർ. ദേശീയ രാഷ്ട്രീയത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം ചർച്ചയാവുകയാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം VBG റാംജി പദ്ധതി അവതരിപ്പിച്ചപ്പോൾ രാഹുൽ സഭയിലില്ലാത്തതിൽ പല ഇന്ത്യ മുന്നണി നേതാക്കളും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അനവസരത്തിലെ രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയിൽ കോൺഗ്രസിലും അമർഷമുയർന്നു കഴിഞ്ഞു. രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി നയിക്കണം എന്ന ആവശ്യം വരെ കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ ഉയരുകയാണ്. ഭാരത് ജോഡോ യാത്രയിലൂടെ മിനുക്കിയെടുത്ത പ്രതിച്ഛായയുടെ കരുത്തിലാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നയിച്ചത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി എത്തുന്നതിലും ആർക്കും മറുവാക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുകയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ശീതകാല സമ്മേളനം, ലോകം വാഴ്ത്തിയ ഒന്നാം UPA സർക്കാരിന്റെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരും പദ്ധതിയുടെ സത്വവും മാറ്റിക്കൊണ്ടുള്ള ബില്ല് സർക്കാർ അപ്രതീക്ഷിതമായി അവതരിപ്പിച്ച് പാസാക്കിയെടുത്തത് ഈ സമ്മേളനത്തിലാണ്. विकसित भारत गारंटी फॉर रोजगार एंड आजीविका मिशन ग्रामीण VBG रामजी विकसित भारत जी रामजी बिल 2025 को सभा में पूरा स्थापित करने की अनुमति दी जाए. നടുത്തളത്തിലിറങ്ങിയും സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറിയും വരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ അഭാവം പ്രകടമായിരുന്നു. ഇൻഷുറൻസ് മേഖലയിൽ 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കുന്ന പുതിയ ബില്ലും ആണവോർജ്ജ ബില്ലും അവതരിപ്പിക്കുമ്പോഴും നേതാവ് സഭയിലില്ലായിരുന്നു. മുൻ നിശ്ചയിച്ച ജർമ്മൻ സന്ദർശനത്തിലായിരുന്നു രാഹുൽ ഗാന്ധി. DMKയും സമാജ്വാദി പാർട്ടിയും സഖ്യയോഗത്തിൽ രാഹുലിന്റെ അസാന്നിധ്യത്തെ ചോദ്യം ചെയ്തെങ്കിൽ പരസ്യ വിമർശനവുമായി ജോൺ ബ്രിട്ടാസ് MP രംഗത്തു വന്നു. ഇത്രയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പാർലമെന്റിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകണമെന്നുള്ള കാര്യത്തിൽ ആ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായമില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക്. ഇവിടെ ഈ ആൾക്കാർ രാവും പകലും ഇരുന്നിട്ട് ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവിടെ മേഴ്സഡസ് എന്താണ്, ഏത് വണ്ടിയാണ്, BMW മോട്ടോർ ബൈക്ക് പരിശോധിക്കുന്നു, കാറിൽ കയറി പരിശോധിക്കുന്നു. അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ BMW അവിടെ ഇല്ലേ? ആ കമ്പനി പോവുക, അവിടുന്ന് പൂട്ടിപ്പോവുക. ഞങ്ങൾ ഇതിനകത്തോട് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുക. ആ ഡിവിഷൻ ആവശ്യപ്പെട്ട് ഓരോരുത്തർ വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആ ബില്ലിനെതിരെ വോട്ട് ചെയ്തില്ല എന്ന് വരുന്നത് വലിയ കളങ്കമായിരിക്കില്ലേ? സഖ്യകക്ഷികളുടെ വിമർശനങ്ങൾക്കിടെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നും രാഹുലിന് പകരം പ്രിയങ്കയ്ക്കായുള്ള മുറവിളികൾ കൂടി ഉയരുന്നത്. പ്രിയങ്ക ഗാന്ധിയെ മുൻനിർത്തി പ്രവർത്തിക്കണമെന്ന് കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ് ആവശ്യപ്പെട്ടു. अरे राहुल जी भी वही करेंगे, राहुल जी भी तो वही हैं. राहुल जी और प्रियंका जी कोई अलग अलग थोड़ी हैं. ये चेहरे के ऊपर 2 आँखें हैं. ये इंदिरा गांधी के पोता पोती हैं. ये 2 आँखें हैं, इनको अलग अलग मत देखो. പ്രിയങ്ക യോഗി എന്ന് വ്യക്തമാക്കി ഭർത്താവ് റോബർട്ട് വാദ്രയും രംഗത്ത് വന്നു കഴിഞ്ഞു. वो सब की मांग होती है, मांग तो सब जगह से है कि प्रियंका आए, और मांग तो ये भी है कि मैं राजनीति में आऊँ. पर लोगों अभी जो असल मुद्दे हैं उस पर ध्यान देना चाहिए हमें. വോട്ട് കൊള്ളയും ജാതി സെൻസസും മുഖ്യ പ്രചാരണായുധമാക്കിയ രാഹുൽ ഗാന്ധി രാജ്യത്തെ 14 കോടിയോളം പാവപ്പെട്ട ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി വിഷയത്തിൽ പ്രതിഷേധം ഏറ്റെടുക്കാത്തതിൽ മുതിർന്ന നേതാക്കൾക്ക് വരെ അതൃപ്തിയുണ്ട്. BJPയുടെ പരിഹാസങ്ങൾക്കപ്പുറം ഇന്ത്യ മുന്നണിക്കും പാർട്ടിക്കും ഉള്ളിൽ നിന്ന് തന്നെ രാഹുലിനെതിരെ ഗൗരവമുള്ള വിമർശനങ്ങൾ വരുമ്പോൾ നെഹ്റു കുടുംബത്തിലെ അധികാര കൈമാറ്റത്തിന് സമയമായോ എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. നിർണായക ബില്ലുകൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം ഉണ്ടാകുന്നത് വ്യാപകമായി ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. അതേക്കുറിച്ചാണ് ബൽറാം നെടുങ്ങാടി വിശദീകരിച്ചത്. പല പ്രേക്ഷകരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. നൌഷാദ് പുന്നത്തല പറയുന്നു, അതിപ്രധാന ചർച്ചകളും ചോദ്യോത്തരങ്ങളും നടക്കുന്ന വേളയിൽ രാഹുൽ ഗാന്ധി അപ്രത്യക്ഷമാകുന്നത് ഇന്ത്യ മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ട് എന്ന്. രാഹുൽ ഗാന്ധി ആർജിച്ചെടുത്ത ഇമേജ് കൂടിയാണ് നഷ്ടപ്പെടുന്നത് എന്ന കാര്യം
പറയുന്നുണ്ട്. ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ ഒരു ചരിത്ര നേട്ടമായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്ത് ആദ്യമായാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടത്തപ്പെടുന്നത്. ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തതകൾ ആരോഗ്യ മേഖലയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിനിടെയാണ് ഈ നേട്ടം സംസ്ഥാനത്തിന് സ്വന്തമായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം സമീപകാലത്ത് പല വിവാദങ്ങളിലും ചെന്നുപെട്ടിരുന്നു. സംസ്ഥാനത്തെ ആശുപത്രികളിലുള്ള ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തത, ഉപകരണക്ഷാമം, മരുന്നുക്ഷാമം, ചികിത്സാ പിഴവുകൾ, ഭരണപരമായ വീഴ്ചകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ഈ വിവാദങ്ങൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പോലും വഴിവെച്ചു. എന്നാൽ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി ഇക്കഴിഞ്ഞ ദിവസം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയ. രാജ്യത്ത് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രി എന്ന ചരിത്ര നേട്ടം ഇതോടെ എറണാകുളം ജനറൽ ആശുപത്രിക്ക് സ്വന്തമായി. നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയും ശ്വാസകോശ മാറ്റ ശസ്ത്രക്രിയയും അടക്കം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. സാധാരണയായി വലിയ സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും മാത്രം സാധ്യമായിരുന്ന ഈ സങ്കീർണ ശസ്ത്രക്രിയ ഒരു ജനറൽ ആശുപത്രിയിൽ വിജയകരമായി പൂർത്തിയാക്കിയത് കേരള മോഡൽ ആരോഗ്യ സംവിധാനത്തിന്റെ മികവാണ് കാണിക്കുന്നത്. സർജറിയുടെ പ്രോസസ്സ് 6:30 മണിക്ക് തീർന്നു. 6 മണിയാകുമ്പോൾ തീർന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ ബാക്കി ചില കാര്യങ്ങൾ നോക്കേണ്ട, ബ്ലീഡിംഗ് ഉണ്ടോ എന്നും, അതേപോലെ ഹൃദയത്തിൻ്റെ ടെമ്പറേച്ചറും ബോഡി ടെമ്പറേച്ചറും മാച്ചിങ് ആണ്. അതിനു വേണ്ടിയുള്ള കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് ഹൃദയം പ്രവർത്തിച്ച് തന്നെ ആ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യണം. 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്നുള്ള ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യണം. അതിനുവേണ്ടി കുറേ സമയം കൊടുത്തു. അപ്പോൾ എല്ലാം പ്രോസസ്സും കഴിച്ച് ഏറെയായി. പേഷ്യൻ്റ് ആശങ്കകളില്ല നിലവിൽ. റോഡ് അപകടത്തിൽപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശിനിയായ ദുർഗയ്ക്ക് പുതുജീവനേകിയത്. ഹൈപ്പട്രോണിക് കാർഡിയോമയോപ്പതി എന്ന അപൂർവമായ ജനിതക ഹൃദ്രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന ദുർഗയ്ക്ക് കോടതിയുടെ പ്രത്യേക അനുമതിയോടെയാണ് ശസ്ത്രക്രിയ നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസ് വഴി കൊച്ചിയിലെത്തിച്ച ഹൃദയം മിനിറ്റുകൾക്കുള്ളിൽ കൊച്ചി ഹയാത്തിലെ ഹെലിപാഡിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. സ്വകാര്യ ആശുപത്രികളിൽ 15 മുതൽ 20 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ഈ ശസ്ത്രക്രിയ സർക്കാർ ആശുപത്രിയിൽ സൗജന്യമായാണ് നടത്തിയത്. 2024 ഡിസംബറിലാണ് ഹൃദയം മാറ്റൽ ശസ്ത്രക്രിയ നടത്താൻ ആശുപത്രിക്ക് അനുമതി ലഭിച്ചത്. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ കൃത്യമായ ഏകോപനം അവയവദാന പ്രക്രിയ സുതാര്യവും വേഗമുള്ളതുമാക്കി. കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം ഈ നൂറ്റാണ്ടിൽ കീഴടക്കിയ ഏറ്റവും വലിയ ഉയരമെന്നാണ് പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഈ നേട്ടത്തെ വിശേഷിപ്പിച്ചത്. രാജ്യത്ത് ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടത്തിയ ജില്ലാതല ആശുപത്രി എന്ന ബഹുമതിയും എറണാകുളം ജനറൽ ആശുപത്രി നേരത്തെ സ്വന്തമാക്കിയിരുന്നു. 2 കാത്ത് ലാബുകളുള്ള സംസ്ഥാനത്തെ ഏക ജനറൽ ആശുപത്രിയാണ് എറണാകുളത്തേത്. പ്രതിമാസം 15 ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയകളും 18 മുതൽ 20 ആൻജിയോപ്ലാസ്റ്റിയും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടത്തുന്നുണ്ട്. ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയ വെറുമൊരു ചികിത്സാ വിജയം മാത്രമല്ല, മറിച്ച് കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം കൈവരിച്ച പുരോഗതിയുടെ സാക്ഷ്യപത്രമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് 24. ഇതുമായി ബന്ധപ്പെട്ടും നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ജോസ്വിൻ ജോസഫ് പറയുന്നു, നമ്മുടെ സർക്കാർ ആരോഗ്യരംഗം കുറെ കൂടി ഉയരാനുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ലോബിയാണ് ഇതിന് തടയിടുന്നത് എന്ന്. രവികുമാർ PB പറയുന്നു, എല്ലാ സർക്കാർ ആശുപത്രികളിലും സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയും ഡോക്ടർമാർക്കും എല്ലാ സൗകര്യങ്ങളും കൃത്യമായി നൽകണം എന്ന്. ഏതായാലും പൊതുജനം കഴുതയല്ല സാർ കൈകാര്യം ചെയ്ത വാർത്തകളിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിട്ടുള്ളത് ആരോഗ്യവകുപ്പും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുമൊക്കെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ
അതും രാജ്യത്ത് ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നു. സാധാരണക്കാർക്ക് പ്രാപ്യമായ നിലയിൽ, സാധാരണക്കാർക്ക് വലിയ വലിയ ആശുപത്രികളിൽ പോയി ഇത്തരത്തിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ ലക്ഷങ്ങൾ ചെലവ് വരുന്ന സ്ഥാനത്താണ് സൗജന്യമായി ഈ നിലയിലുള്ള ശസ്ത്രക്രിയകൾ നടക്കുന്നത് എന്നത് അഭിമാനകരമായ കാര്യമാണ്. ഇനി ഒരിടവേള. പൊതുജനം കഴുതയില്ല സാർ തുടരുന്നു. തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ആദ്യമായി ഭരിക്കാൻ NDA ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി മേയർ, ഡെപ്യൂട്ടി മേയർ പ്രഖ്യാപനങ്ങളാണ് നടക്കേണ്ടത്. എന്നാൽ ഗതാഗതക്കുരുക്കും നല്ല റോഡുകളും മാലിന്യ പ്രശ്നങ്ങളും ഉൾപ്പെടെ കാലങ്ങളായുള്ള ആവശ്യങ്ങൾ തന്നെയാണ് നഗരവാസികൾക്ക് പറയാനുള്ളത്. പുതിയ മേയറോടും ഭരണസമിതിയോടും തലസ്ഥാനവാസികൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? പൊതുജനം കഴുതയല്ല സാർ തലസ്ഥാന നഗരവാസികളുടെ അഭിപ്രായം തേടിയിരിക്കുന്നു. തലസ്ഥാന നഗരം ഭരിക്കാൻ NDA ഒരുങ്ങിക്കഴിഞ്ഞു. NDA ആദ്യമായി തലസ്ഥാന നഗരം ഭരിക്കാനൊരുങ്ങുമ്പോൾ തലസ്ഥാന നിവാസികൾക്ക് എന്താകും പറയാനുണ്ടാവുക? അവരുടെ വികസന സങ്കല്പങ്ങൾ എന്തെല്ലാമാകും? പരിശോധിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ 101 വാർഡുകൾ. ഇതിൽ 50 വാർഡുകൾ വിജയിച്ച് NDA വലിയ ഒറ്റകക്ഷിയായി. തലസ്ഥാന നിവാസികൾക്ക് മുന്നോട്ട് വയ്ക്കാൻ നിരവധി പ്രശ്നങ്ങളുണ്ട്. കിഴക്കേക്കോട്ട, തമ്പാനൂർ, പാളയം ഉൾപ്പെടെ ഏറ്റവും തിരക്കുള്ള നഗര കേന്ദ്രങ്ങൾ. സ്മാർട്ട് റോഡ് ഉൾപ്പെടെ വന്നെങ്കിലും ഗതാഗതക്കുരുക്ക് ഇപ്പോഴും വലിയ പ്രശ്നം തന്നെയാണ്. ഒപ്പം റോഡുകളുടെ ശോചിയാവസ്ഥ, നടപ്പാത കയ്യേറിയുള്ള വഴിയോര കച്ചവടം, സിഗ്നൽ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുമെല്ലാം റോഡിലിറങ്ങുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ്. ഈ റോഡ് ഇപ്പം തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ഹൃദയഭാഗമാണ്. പക്ഷേ ഇവിടുത്തെ റോഡുകളെല്ലാം ഇപ്പോഴും ശോചനീയാവസ്ഥയിലാണ്. അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കണ്ടാൽ കൊള്ളായിരുന്നു. നമുക്ക് മെയിനായിട്ടുള്ള ആവശ്യം ഇവിടെ നിന്നൊരു മേൽപ്പാലം. റെയിൽവേയിലൊന്നും KSRTCയിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പാലം, അതേ മെയിനായിട്ടുള്ളൂ. ഇവിടെ വരുമ്പോൾ തന്നെ കംപ്ലീറ്റ് രാവിലെ വരുമ്പോഴേനും ഒരു 9 മണിക്ക് വന്നാലും കംപ്ലീറ്റ് ബ്ലോക്കാണ്. റോഡെല്ലാം നല്ല ബ്ലോക്കായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. റോഡ് വികസനങ്ങൾ തന്നെ വളരെ ബുദ്ധിമുട്ട്. റോഡൊന്നും നമുക്കൊന്നും വണ്ടികളൊന്നും ഓടാൻ പറ്റുന്നില്ല. തിരക്കും കാരണങ്ങളും എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടിലാണ്. എപ്പോഴും ബ്ലോക്കാണ്. രാത്രിയും പകലും ഏത് സമയമായാലും ബ്ലോക്കാണ്. തലസ്ഥാന നഗരമാണ്, പക്ഷേ പ്രധാന കേന്ദ്രങ്ങളിൽ പോലും ആവശ്യത്തിന് ശുചിമുറികളില്ല. ഉള്ളവ പ്രവർത്തനരഹിതമോ വൃത്തിഹീനമോ ആണ്. ഒപ്പം പാർവതി പുത്തനാറിന്റെ ശോചനീയാവസ്ഥയും. ഭരണസമിതി നല്ല രീതിയിൽ നടന്നു പോകണമെങ്കിൽ അവരാദ്യം ചിന്തിക്കേണ്ടത് ഒരു ബാത്റൂം. പ്രത്യേകിച്ച് സ്ത്രീകൾ കുറച്ച് ദൂരെ നിന്നൊക്കെ വരുന്നവർ വല്ലവരും ബൈക്കിൽ കൊണ്ടാക്കി അവിടെ നിന്ന് കാര്യം സാധിച്ചിട്ട് പോകേണ്ട ഗതികേടാണ്. അപ്പോൾ ഒരു ബാത്റൂം ആദ്യം മെയിനായിട്ട്. ബാത്റൂമില്ല. പെണ്ണുങ്ങളിൽ ആണുങ്ങളാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പെട്ടെന്ന് പോകും. നമ്മൾ തപ്പി തടുമാറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം ഒരു ബാത്റൂം വേണം. 105 വയസ്സായ ആളുകളൊക്കെ ഇവിടെ വരണതാണ്. ഇവിടെ ഒരു ബാത്റൂമോ ടോയ്ലറ്റോ ഒന്നുമില്ല. അത് പ്രധാനമായിട്ട് ഒരു ഇത് വേണം. ഒരാൾ പുറത്തിറങ്ങി ബാത്റൂമിൽ പോകണം, നമ്മളിപ്പം ഒരു കടയിൽ തന്നെ കയറേണ്ടി വരും. അങ്ങനെ പല പല സിറ്റുവേഷൻ നമുക്ക് വരും. ഇപ്പം തന്നെ നമ്മൾ ഒരു കടയിൽ ആവശ്യമില്ലാതെ കയറിയായിരിക്കും ബാത്റൂമിൽ പോകണമെന്ന് പറയണം. അപ്പം ഒരു മെയിനായിട്ട് വേണ്ട കാര്യം ടോയ്ലറ്റാണ് നമുക്ക് ആവശ്യം. മഴ പെയ്താൽ റോഡുകളിൽ വെള്ളക്കെട്ട് തലസ്ഥാന നിവാസികൾക്ക് ഇപ്പോഴും പേടി സ്വപ്നം തന്നെ. പണിതീരാത്ത റോഡുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളും നിരവധി. കിഴക്കേക്കോട്ട, തമ്പാനൂർ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം മഴ സമയത്ത് പെട്ടെന്ന് വെള്ളം കൂടും. തോട് കരകവിയും. ആ വെള്ളം ബസ് സ്റ്റാൻഡിലും റോഡിലും തളം കെട്ടും. അതാണ് നടന്നു വന്നുകൊണ്ടിരുന്നത്. പാവങ്ങൾക്ക് ഗുണമാവുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടാവണം. മെട്രോ വരണം നല്ലത് തന്നെ. ഇത്തിരി നമുക്ക് ഈ ബ്ലോക്കൊക്കെ മാറി കിട്ടുമായിരിക്കും. മെട്രോ വരുമ്പോൾ കുറച്ചുകൂടി ബ്ലോക്ക് കുറയുന്നു പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ മേൽപ്പാലം വന്നിട്ട് പോലും ഇപ്പോഴും സ്റ്റിൽ ബ്ലോക്ക് ഉണ്ട്. എങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൊച്ചി പോലെയൊക്കെ അപ്ഗ്രേഡഡ് ആകുമോ എന്നറിയില്ല. എങ്കിലും സ്വാഗതാർഹമാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം. നല്ല കാര്യമാണ്. ബ്ലോക്കിൻ്റെ ഇതും കുറഞ്ഞു കിട്ടും. ഇപ്പം നമ്മൾ ഇവിടെ ആണെങ്കിലും ബ്ലോക്കൊക്കെ ആയാൽ കുറച്ച് ടൈം എടുക്കും പോകാനായിട്ട്. ഇതാകുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് നമ്മളെ സ്ഥലത്തെത്തണം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അടുത്ത ഘട്ട വികസനം, തിരുവനന്തപുരം മെട്രോ ഉൾപ്പെടെയുള്ള തലസ്ഥാന നിവാസികളുടെ മുന്നിലുള്ള സ്വപ്നങ്ങളും നിരവധിയാണ്. നെഗറ്റീവ് മാത്രം ചൂണ്ടിക്കാണിക്കുന്നു എന്ന് കരുതരുത്. തലസ്ഥാനത്ത് എടുത്തു പറയാവുന്ന നിരവധി വികസന മാതൃകകളുണ്ട്. പക്ഷേ നിരന്തരമായി ഈ പരാതികൾ ആവർത്തിക്കുന്നത് ജനപ്രതിനിധികൾ വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ്. ലക്ഷ്യബോധ്യമുള്ള ഒരു ഭരണകൂടം ഇനിയും ഉണ്ടാകട്ടെ. സന്തോഷ് ചേവർക്കും രാഹുലിനുമൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു. കൊച്ചി കോർപ്പറേഷനിൽ മേയറെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ കോൺഗ്രസിലെന്നല്ല എറണാകുളം ജില്ലയിലെ തന്നെ UDFൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതിനു പിന്നാലെയാണ് ഭിന്നത മറനീക്കിയത്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനിടെ ഗ്രൂപ്പ് പോരും ജില്ലയിൽ ശക്തമായിട്ടുണ്ട്. എറണാകുളത്ത് UDF വലിയ വിജയമാണ് നേടിയത്. പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ മേയർ ആരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വലിയ ആശയക്കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു പൊതുധാരണ. കാരണം ദീപ്തി മേരി വർഗീസ് മേയറാകുന്നു, അല്ലെങ്കിൽ അതൊരു ടേം വ്യവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. എന്നാൽ ഈ ചിത്രമെല്ലാം മാറി മറിഞ്ഞത് പൊടുന്നനെയാണ്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് തഴയപ്പെട്ടിരിക്കുന്നു. എന്താണ് കൊച്ചിയിലെ മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? ഗ്രൂപ്പ് കളി മാത്രമാണോ? പല ഘടകങ്ങൾ സമ്മർദ്ദശക്തിയായി വന്നപ്പോൾ ദീപ്തി മേരി വർഗീസ് പുറത്ത്. പാർട്ടിയുടെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ മേയറാകും എന്നതായിരുന്നു ദീപ്തി മേരി വർഗീസും പ്രവർത്തകരും പ്രതീക്ഷിച്ചത്. ലത്തീൻ സമുദായാംഗം മേയർ സ്ഥാനത്തേക്ക് വരണം എന്ന ആവശ്യം സഭാ നേതൃത്വം പരസ്യമായി തന്നെ ഉന്നയിച്ചു. കൂടാതെ അർഹരായ 3 പേരും. ഇങ്ങനെ കാരണങ്ങൾ മാറിമറിഞ്ഞു. ഒഴിവാക്കപ്പെട്ടതോടെ അമർഷം ദീപ്തി മേരി വർഗീസ് മറച്ചുവെച്ചില്ല. കൊച്ചി നഗരസഭയുടെ ഭരണം പിടിക്കുക എന്നതിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ആൾ, ചാർജ് ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് എനിക്കും ഇത് ലീഡ് ചെയ്യണം എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് കഴിഞ്ഞ നാൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞാൻ പ്രവർത്തിച്ചതും. പക്ഷേ പിന്നീട് തീരുമാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ. എന്താണ് ഈ പറയുന്ന KPCCയുടെ സർക്കുലർ? മേയർ തിരഞ്ഞെടുപ്പിൽ പാലിക്കപ്പെട്ടില്ല എന്ന് പറയുന്ന മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്? മേയർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ പാർട്ടിയിലെ സ്ഥാനം പരിഗണിക്കണം, തർക്കമുണ്ടായാൽ നിരീക്ഷകനെ വെക്കണം, കോർ കമ്മിറ്റി യോഗം ചേരണം, അഭിപ്രായം ആരായുമ്പോൾ രഹസ്യ ബാലറ്റ് ആയിരിക്കണം എന്നീ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നാണ് പരാതി. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെതിരെ അജയ് തറയിൽ രംഗത്തു വന്നു. എറണാകുളം കേന്ദ്രീകരിച്ചൊരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് അജയ് തറയിൽ. ദീപ്തിയെ മേയറാക്കാതിരിക്കാനുള്ള ഒരു അജണ്ട ഇവിടെ ഓപ്പറേറ്റ് ചെയ്തത് ആരാണെന്ന് എനിക്കറിയത്തില്ല. ഒരു പുതിയ ഗ്രൂപ്പ് സംവിധാനം, ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായത്. പുതിയ പവർ ഗ്രൂപ്പ് സമവാക്യങ്ങളാണ് മേയർ ചർച്ചയിലൂടെ വീണ്ടും സജീവമായത്. AI ഗ്രൂപ്പുകൾ ചേർന്ന് ദീപ്തി മേരി വർഗീസിനെ വെട്ടി എന്നതാണ് പൊതുവികാരം. A ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഷൈനി മാത്യുവിനെയും I ഗ്രൂപ്പിന് താല്പര്യമുള്ള മിനിമോൾക്കും വേണ്ടിയുള്ള സമ്മർദ്ദമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. KC പക്ഷത്തോട് ചേർന്നു നിന്ന ദീപ്തിക്ക് നിരാശ. പ്രതിപക്ഷ നേതാവിനെതിരെ ഒളിയമ്പുമായി മാത്യു കുഴൽനാടൻ. ഒരിടത്തൊരു നീതി മറ്റൊരിടത്ത് മേയർ നീക്കാൻ പറ്റില്ല. പാർട്ടിയുടെ എല്ലാ ഇനിയുള്ള തീരുമാനങ്ങളിലും എല്ലാ തലത്തിലും അത് നടപ്പിലാവട്ടെ എന്നുള്ളതാണ് ഇനി അഭിപ്രായപ്പെടാനുള്ളത്. അതായിരിക്കും പാർട്ടിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വിവാദങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പേരുകേട്ട N വേണുഗോപാലിന്റെ പ്രതികരണം ഇങ്ങനെ. കോർ കമ്മിറ്റി ചേർന്നിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത്. അത് സ്വാഭാവികമാണ്. ജനാധിപത്യ സംവിധാനത്തിനകത്ത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണത്. ഞാനന്ന് മേയറാകേണ്ടതാണ്. ഞാൻ ടോണിയെ കുറ്റം പറഞ്ഞിട്ടോ പാർട്ടി ലീഡർഷിപ്പിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമുണ്ടോ? എല്ലാം KPCC നേതൃത്വം അറിഞ്ഞു തന്നെയെന്ന് DCC അധ്യക്ഷൻ ഷിയാസിന്റെ മറുപടി. എല്ലാ നേതാക്കന്മാരും കൂട്ടായി എടുത്ത തീരുമാനമാണ്. അത് അറിയിക്കുക DCC പ്രസിഡന്റാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ യോഗങ്ങളിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്ന്. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് നിയുക്ത മേയർ VK മിനിമോളും. ഞങ്ങൾക്ക് തമ്മിൽ പ്രത്യേകിച്ച് ഒരു വഴക്കോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാനും ദീപ്തിയും നല്ല സുഹൃത്തുക്കളാണ്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. AI ഗ്രൂപ്പുകൾ മേയർ സ്ഥാനത്തിനു വേണ്ടി കടുത്ത സമ്മർദ്ദം ചെലുത്തി. സമുദായ സമവാക്യം പരിഗണിച്ചു. ഇതെല്ലാം ഒത്തുവെച്ച കൗൺസിലർമാരുടെ അഭിപ്രായമാരായാൻ തീരുമാനിക്കുന്നു. അതിലേറ്റവും കുറവ് പിന്തുണ ദീപ്തി മേരി വർഗീസിനാകുന്നു. പിന്തള്ളപ്പെടുന്നു. പിന്തുണ ലഭിക്കാത്തതാണ് കാരണമെന്ന് നേതാക്കൾ പറയാതെ പറയുന്നു. മേയർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഈ ഗ്രൂപ്പ് പോരിന്റെ ഒരു തിരി കൊളുത്തിയിരിക്കുകയാണ്. അതെങ്ങനെയെല്ലാം നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും പടർന്നു പിടിക്കുമെന്ന് കോൺഗ്രസിൽ കണ്ടറിയണം. വിപിൻ C വിജയൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇതോടെ പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നിരവധി പ്രേക്ഷകർ ക്രിസ്മസ് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ക്രിസ്മസ് വാർത്തകളില്ലേ എന്ന് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഇന്ന് രാത്രി 8 മണിക്ക് SKNും ഹാഷ്മി താജ് ഇബ്രാഹിമും S വിജയകുമാറും അണിനിരക്കുന്ന ശാന്തരാത്രി തിരുരാത്രി വാർത്തകൾക്കൊപ്പം ക്രിസ്മസ് വിശേഷങ്ങളും ഇന്ന് രാത്രി 8 മണി മുതൽ പ്രേക്ഷകർക്ക് 24ന്റെ സ്ക്രീനിൽ കാണാം. എല്ലാ പ്രേക്ഷകർക്കും മുൻകൂറായി ആഹ്ലാദഭരിതമായ ക്രിസ്മസ് ആശംസിക്കുന്നു. നന്ദി.